വിഷയത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സ്വാലിഹ് ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ. പ്രവാചകർ മുഹമ്മദ് നബിയോടുള്ള സ്നേഹസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികളെന്ന് നബിദിനം കൊണ്ടാടുന്നു. മദ്രസകളിലും പള്ളികളിലും പ്രവാചക പ്രകീർത്തന സദസ്സുകളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചാണ് നബിദിനാചരണം. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് അൽ ഹുദ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഘോഷയാത്ര ഏറെ ശ്രദ്ധയായി. പ്രവാചക ചരിത്രം ഉൾക്കൊണ്ട് കരുണയുടെയും സഹനത്തിന്റെയും പ്രചാരകരാവാൻ വിവിധ നാടുകളിൽ നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തി. ദർസ് വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും മതപണ്ഡിതന്മാരൊക്കെയും ഒത്തുചേർന്നതിനാൽ ഘോഷയാത്ര ഏറെ വിപുലമായി. സ്കൗട്ടും മറ്റു നബി പ്രകീർത്തനങ്ങളും ഘോഷയാത്രയെ ഹരം കൊള്ളിച്ചു. ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദഫിന്റെ അകമ്പടിയാണ്. പ്രവാചകർ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരായണം ചെയ്യുന്ന വേളയിൽ മദീനക്കാർ പ്രവാചകനെ ദഫ്മുട്ടിയാണ് സ്വീകരിച്ചത്. അതിന്റെയൊക്കെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദഫ്മുട്ട്. ഉസ്താദ് ഡോക്ടർ ഷാഫി അസ്ഹരിയുടെ നേതൃത്വത്തിൽ കൃത്യം 8:30 അൽഹുദ മസ്ജിദ് ഹാളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മന്ന കപ്പാലം വഴി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലും തുടർന്ന് മാർക്കറ്റിലെത്തിയ ഘോഷയാത്ര മാർക്കറ്റിൽ നിന്നും ജുമാഅത്ത് പള്ളി വഴി ഹുദ മസ്ജിദിൽ സമാപിച്ചു. ഘോഷയാത്രയിലുടനീളം നല്ല സ്വീകരണമാണ് ലഭിച്ചതെന്ന് ദർസ് മദ്രസ വിദ്യാർത്ഥികൾ അറിയിച്ചു. അൽഹുദ ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ കോയ പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. ഉസ്താദ് ഡോക്ടർ ഷാഫി അസ്ഹരി അവറുകളാണ് ഘോഷയാത്രക്ക് നേതൃത്വം നൽകിയത്. മസ്ജിദുൽ ഹാദി ഖത്തീബ് അഫ്ളൽ അമാനി ആശംസ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP ജബ്ബാർ ഹാജി, ഉവൈസ് അമാനി, ജുനൈദ് ഫാദിലി, അബ്ദുൾ റഷീദ് സഖാഫി, അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി പ്രമുഖ പണ്ഡിതന്മാരും മറ്റു നേതാക്കളും റാലിയിൽ സംബന്ധിച്ചു. റാലിയിൽ KK അഷ്റഫ് നന്ദിയും അറിയിച്ചു. വാർത്തകൾ സമാപിക്കുന്നു.